ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. കേരള കോൺഗ്രസിനെ യുഡിഎഫിലേക്ക് കൊണ്ടുവരാൻ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം ആശയപരമായി യോജിക്കാവുന്നവരോട് യോജിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു വിശാല അർത്ഥത്തിൽ പറഞ്ഞതാണ്. അതനുസരിച്ച് ഇപ്പോൾ യുഡിഎഫിനോട് യോജിക്കുന്ന പാർട്ടികളും വ്യക്തികളായിട്ട് വരുന്നുണ്ടല്ലോ, ഒന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പ്രതീക്ഷ പറഞ്ഞില്ലേ ഇനിയും ആളുകൾ വരാനുണ്ട് എന്നൊക്കെ. അത് കോൺഗ്രസിൻ്റെ തലത്തിൽ പല ഇനിഷ്യേറ്റീവ് നടക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു പാർട്ടി അപ്പുറത്ത് നിൽക്കുമ്പോൾ അതിൽ അവരെ സമ്മതമില്ലാതെ അവരോട് ഒരു ചർച്ച നടത്തുന്നില്ല. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഫോർമലായിട്ടുള്ള ഒരു ചർച്ചയും ഇപ്പോൾ നടത്തുന്നില്ല. ഞങ്ങളെ കൊണ്ട് നയം വെച്ചാലിട്ടുണ്ട് എന്ന് മാത്രമേ. അത് ഒന്നാമത് വാർത്താ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്തിരി നേരത്തെയാണ്. ഔദ്യോഗികമായിട്ട് യുഡിഎഫിൻ്റെ ചർച്ച നടക്കുമ്പോൾ ആരൊക്കെ വരും, എന്തൊക്കെ വരും, വരൂലെ ആ കാര്യങ്ങളൊക്കെ അപ്പം അറിയാം. യുഡിഎഫിലേക്ക് കൂടുതൽ കക്ഷികൾ വരുന്നൊരു ട്രെൻഡ് ഉണ്ട്. അത് സ്വാഭാവികം. കാരണം ഇലക്ഷൻ ഇപ്പോൾ നടന്ന 2 ഇലക്ഷനിൽ പാർലമെൻറ്റിലായാലും നമ്മുടെ പഞ്ചായത്തിലായാലും യുഡിഎഫിൻ്റെ ഒരു അപ്പർ ഹാൻഡ്. സ്വാഭാവികമായി യുഡിഎഫ് ആണ് നെക്സ്റ്റ് എന്ന ഒരു ചിന്ത ഉണ്ടല്ലോ. അപ്പോൾ പല വിഷയങ്ങളും വെച്ച് പല രാഷ്ട്രീയ പാർട്ടികളും യുഡിഎഫിനോടുള്ള നിലപാടിൽ ആശയപരമായി യോജിക്കാൻ പറ്റുന്ന ആരുമായും UDF യോജിക്കുമെന്ന് വ്യക്തമാക്കിയ കുഞ്ഞാലിക്കുട്ടി കേരള കോൺഗ്രസിനെ കൊണ്ടുവരാൻ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും വിവരിച്ചു. ആശയപരമായി യോജിക്കുന്ന ആരുമായും യോജിക്കാമെന്നത് വിശാലാർത്ഥത്തിൽ പറഞ്ഞതാണെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. അർദ്ധസമരത്തിൽ ഒന്നും നടക്കില്ലെന്നും കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു. ഫോർമുല വെച്ചുള്ള ചർച്ച ആരുമായും ഉണ്ടായിട്ടില്ല. കൂടുതൽ കക്ഷികൾ UDFിലേക്ക് വരുന്ന ട്രെൻഡ് ഉണ്ടാകും. എന്നാൽ ഇപ്പോൾ അഭ്യൂഹങ്ങളുടെ ആവശ്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാലാ സീറ്റുമായി ബന്ധപ്പെട്ട് മാണി സി കാപ്പനുമായി ചർച്ച നടത്തിയെന്ന വാർത്തകളോടും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. മാണി സി കാപ്പൻ വീട്ടിൽ വന്നിരുന്നു. ഇതുവഴി പോകുമ്പോൾ അദ്ദേഹം വീട്ടിൽ വരാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും വന്നത്. നേതാക്കൾ തമ്മിൽ കാണുമ്പോൾ രാഷ്ട്രീയം ചർച്ചയാകും. മാണി സി കാപ്പൻ വന്നപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയവും ചർച്ചയായി. എന്നാൽ അജണ്ട വെച്ചൊന്നും ചർച്ചയായിട്ടില്ല. മറ്റു കാര്യങ്ങളെല്ലാം അഭ്യൂഹമാണ്. ബാക്കിയൊന്നും ഇപ്പോൾ പറയാനായിട്ടില്ലെന്നും കുറച്ച് കഴിയട്ടെയെന്നും കുഞ്ഞാലിക്കുട്ടി വിവരിച്ചു. ഇപ്പോൾ നടക്കുന്നതൊക്കെ അഭ്യൂഹങ്ങളാണ്. അതായത് ആരെങ്കിലും അവിടെ പോകുമ്പോൾ നടക്കുന്ന അഭ്യൂഹങ്ങളാണ്. അതല്ലാതെ അദ്ദേഹം ഇതുവഴി പോകുമ്പോഴൊക്കെ തങ്ങളുടെ വീട്ടിലും യുഡിഎഫ് കയറാറ്. അങ്ങനെ ഒരു വരവ് തന്നെയാണ് ഇന്ന് വന്നത്. വന്നുകൊണ്ടിരിക്കുന്ന പാർട്ടി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു. അല്ലാതെ അജണ്ട വെച്ച് യാതൊരു സംസാരവും ഉണ്ടായിട്ടില്ല. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ. ഫോൺ 0483-274-2246. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.